കേരള കോൺഗ്രസുകളുടെ പിളർപ്പ് നമ്മൾ എത്രയോ വർഷങ്ങളായി കാണുന്നതാണ്. CPIMലെ വിഭാഗീയതയും നമ്മൾ കണ്ടതാണ്. കോട്ടയം സമ്മേളനത്തിൽ ചേരിതിരിഞ്ഞ് VS പിണറായി പക്ഷങ്ങൾ ഏറ്റുമുട്ടുന്ന അവസരം പോലും CPMൽ ഒരു വേളയിലുണ്ടായി. കോൺഗ്രസിലെ ഗ്രൂപ്പുകളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. AI ഗ്രൂപ്പുകൾ, സുധാകരൻ ഗ്രൂപ്പുകൾ, സുധീരൻ ഗ്രൂപ്പുകൾ, അങ്ങനെ വിവിധ ഗ്രൂപ്പുകളുണ്ട്. എങ്കിലും പ്രബലമായി നിൽക്കുന്നത് AI ഗ്രൂപ്പുകളാണ്. പക്ഷേ BJPയിലെ വിഭാഗീയത ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എന്താണ് ചർച്ച ചെയ്യപ്പെടാത്തതിൻ്റെ കാരണം എന്ന് നമുക്ക് പരിശോധിക്കാം. ചർച്ച ചെയ്യപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം അവർ അധികാരത്തിൽ വരാത്തത് കൊണ്ടാണ്. അധികാരത്തിൽ വരുന്ന ഏത് ചെറിയ കക്ഷിയാണെങ്കിൽ പോലും ആ കക്ഷിയുടെ ഉള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ വാർത്തയാകാറുണ്ട്. BJP സ്വാഭാവികമായും കേരളത്തിൽ അധികാരത്തിൽ വന്നില്ല. അതുകൊണ്ട് അവരുടെ ആ സംഘടനയ്ക്കുള്ളിലെ വിഭാഗീയത ചർച്ചയായില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അത്തരമൊരു വിഭാഗീയതയെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം BJP ഇപ്പോൾ ഒരു സജീവ രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ വളർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ BJPക്കുള്ളിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും വാർത്തയാകുന്നു. എന്താണ് BJPയിലെ വിഭാഗീയത? ശോഭാ സുരേന്ദ്രനെ അടക്കം തഴഞ്ഞതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ്? പൊതുവെ ആരും ചർച്ച ചെയ്യപ്പെടാത്ത BJPയിലെ ഗ്രൂപ്പിസമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദേശീയ തലം മുതൽ സംസ്ഥാന തലം വരെ BJPയെ വിശേഷിപ്പിക്കാറുള്ളത് സവർണ ജാതിക്കാരാൽ സവർണ ജാതിക്കാർ നയിക്കുന്ന പാർട്ടി എന്നാണ്. അത് ഒരു പരിധിവരെ ശരിയായിരുന്നു അല്പകാലം മുൻപ്. അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, ബനിയ വിഭാഗങ്ങളായിരുന്നു BJP അല്ലെങ്കിൽ RSSന്റെ നേതൃത്വത്തിൽ എപ്പോഴുമുള്ളത്. RSSന്റെ സർസംഘചാലക് ഒരു തവണ മാത്രമാണ് ഒരു ക്ഷത്രിയൻ കൈയടക്കിയത്. ബാക്കി എല്ലാ സർസംഘചാലകും ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ വാജ്പേയിയുടെ കാലം പരിശോധിച്ചാൽ അന്നും ബ്രാഹ്മണ, ക്ഷത്രിയ, ബനിയ, രജപുത്ര വിഭാഗങ്ങളാണ് BJPയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്നത്. രാമജന്മഭൂമി പ്രക്ഷോഭത്തോടുകൂടി ഈ സവർണ വിഭാഗങ്ങൾ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ തങ്ങളോട് അടുപ്പിക്കാനായി ശ്രമിച്ചു. അതിൻ്റെ ഉദാഹരണമാണ് OBC വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംഘം നേതാക്കളെ അന്ന് BJPക്കാർ ഉയർത്തിക്കൊണ്ടുവന്നത്. അക്കൂട്ടത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കല്യാൺ സിംഗ് ഉണ്ടായിരുന്നു, ഉമാഭാരതി ഉണ്ടായിരുന്നു, ഗോവിന്ദാചാര്യ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു OBC നേതൃനിരയെ അണിനിരത്തിക്കൊണ്ടാണ് അന്ന് BJP ബാബറി മസ്ജിദ് പള്ളി പൊളിക്കാനായിട്ടുള്ള ശക്തി സംഭരിച്ചത്. ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം ഈ OBC നേതാക്കളെ പുറന്തള്ളുകയും ചെയ്തു BJP അക്കാലത്ത്. ഗോവിന്ദാചാര്യയെ പുറത്താക്കി, കല്യാൺ സിംഗിനെ പുറത്താക്കി, ഉമാഭാരതിയെ പുറത്താക്കി. നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ BJPയിലെ ജാതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ BJPക്ക് അധിക നാൾ OBC ദളിത് വിഭാഗങ്ങളെ മാറ്റി നിർത്താൻ കഴിയുമായിരുന്നില്ല. ഹിന്ദു ഐക്യം പറഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് OBC ദളിത് വിഭാഗങ്ങളെ BJP എപ്പോഴും തങ്ങളുടെ ഒപ്പം ചേർത്തിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ അവരെ മാറ്റി നിർത്തുകയും കായികമായി ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഉന്നാവോ സംഭവമൊക്കെ ഉദാഹരണമാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട യുവാക്കളെ തല്ലുന്നതൊക്കെ നമ്മൾ ഇപ്പോഴും അതിൻ്റെ വീഡിയോ കാണാം യൂട്യൂബിൽ. അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലും സമാനമായിരുന്നു അവസ്ഥ. കേരളത്തിലെ സവർണ വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു തുടക്കത്തിൽ BJPയുടെ മുൻ രൂപമായിരുന്നു ജനസംഘം. ജനസംഘമാണ് പിന്നീട് പരിണമിച്ച് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായത്. RSSന്റെ രാഷ്ട്രീയ രൂപമാണ് BJPയുടെ മാതൃസംഘടനയാണ് RSS. പക്ഷേ രണ്ടുപേരും ഇത് സമ്മതിക്കില്ല. RSS പറയില്ല ഞങ്ങൾ BJPയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല എന്ന്. BJP തിരികെ പറയും ഞങ്ങൾക്ക് RSSുമായി കാര്യമായ ബന്ധമില്ല, അത് RSS സംഘത്തിൻ്റെ പാതയിൽ പോകുന്നു എന്ന് പറയും. പക്ഷേ പരസ്പര പൂരകമാണിത്. RSS എപ്പോഴും നിയന്ത്രിച്ചു നിർത്തുന്ന പാർട്ടിയാണ് BJP. RSS പറയുന്നതിന് അപ്പുറത്തേക്ക് BJPക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കേരളത്തിലേക്ക് വന്നാൽ 1990കളിലാണ് BJPയുടെ വളർച്ച ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളീയ രാഷ്ട്രീയ ഭൂപടത്തിൽ പേര് കേൾപ്പിക്കുന്നതും ഇടപെടുന്നതും 1990കളിലാണ്.
അതായത് രാമജന്മഭൂമി പ്രശ്നം കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് BJP കേരള രാഷ്ട്രീയത്തിൽ ചുവട് ഉറപ്പിക്കുന്നത്. തുടക്കകാലത്തിൽ ജനസംഘം നേതാക്കളായിരുന്നു BJPയെ ഭരിച്ചിരുന്നത്. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് വരാൻ സാധ്യത. O രാജഗോപാൽ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള തുടങ്ങിയവരായിരുന്നു നേതൃനിരയിൽ ഉണ്ടായിരുന്നത്. അവർക്ക് RSSുമായി ബന്ധമുണ്ടായിരുന്നില്ല. അവർ RSS ശാഖയിൽ നിന്നും വളർന്നു വന്ന നേതാക്കളായിരുന്നില്ല, പഴയ ജനസംഘംകാരായിരുന്നു. അതുകൊണ്ട് തന്നെ BJPയിൽ RSSന് കാര്യമായ പിടിയുണ്ടായിരുന്നില്ല. അത്തരമൊരു നേതൃത്വം അല്ലെങ്കിൽ അത്തരമൊരു നിയന്ത്രണം ഏറ്റെടുക്കാൻ RSS ആ സമയത്ത് ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അത്തരമൊരു ചുമതല ഏൽപ്പിച്ചത് PP മുകുന്ദനെയാണ് RSS. PP മുകുന്ദൻ RSS പ്രതിനിധിയായി BJPയിലേക്ക് വരുന്നു. ആ സമയത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K രാമൻപിള്ളയാണ്. PP മുകുന്ദൻ്റെ വരവ് രാമൻപിള്ളയ്ക്ക് സുഖിച്ചില്ല. രാമൻപിള്ളയുടെ നിലപാട് PP മുകുന്ദനും സുഖിച്ചില്ല. ആദ്യമായ ഗ്രൂപ്പിസം ഉണ്ടാകുന്നത് ഈ രണ്ട് പേരിൽ നിന്നാണ്. കേരളത്തിൽ BJPയുടെ വിഭാഗീയത ഉണ്ടാകുന്നത് രാമൻപിള്ളയിൽ നിന്നും PP മുകുന്ദനിൽ നിന്നുമാണ്. അതിനു മുൻപായി BJPയുടെ അവസ്ഥ നമുക്ക് ഒന്ന് പരിശോധിക്കാം. BJP സ്വന്തമായി വോട്ട് സ്വരൂപിക്കുന്നതിൽ അക്കാലത്ത് ശ്രദ്ധിച്ചിരുന്നില്ല. മറിച്ച് വോട്ട് കച്ചവടം ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് BJP. ഇത് CPM അന്ന് ഉയർത്തിയിരുന്നെങ്കിലും ആരും അത് വിശ്വസിച്ചിരുന്നില്ല. കാരണം രാഷ്ട്രീയ എതിരാളികളെ അവരുടെ മനോവീര്യത്തെ കെടുത്താനായി CPM ഉണ്ടാക്കിയ ഒരു കഥയാണ് ഈ വോട്ട് മറിക്കലെന്നായിരുന്നു അന്നുവരെ. അതായത് BJP നേതാക്കൾ തന്നെ തുറന്നു പറയുന്നത് വരെ പലരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ വോട്ടുമറിക്കൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നുവെന്ന് പിന്നീട് KG മാരാർ തുറന്നു പറഞ്ഞു. KG മാരാർ മാത്രമല്ല, KG മാരാരുടെ ജീവിത ചരിത്രം എഴുതിയ K കുഞ്ഞിക്കണ്ണനും തുറന്നു പറഞ്ഞു. K കുഞ്ഞിക്കണ്ണൻ KG മാരാരെ കുറിച്ച് എഴുതിയ KG മാരാർ രാഷ്ട്രീയത്തിലെ സ്നേഹപാത്രം എന്ന പുസ്തകത്തിൽ ഈ വോട്ട് കച്ചവടത്തെക്കുറിച്ച് പലയിടത്തും സംസാരിക്കുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി K കുഞ്ഞിക്കണ്ണനെ മാറ്റി നിർത്തി KG മാരാർ തന്നെ തൻ്റെ സ്വന്തം ആത്മകഥയിൽ പറയുന്നതും ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടത്തെക്കുറിച്ചാണ്. KG മാരാരുടെ ജീവിത ചരിത്രത്തിൽ പാഴായ പരീക്ഷണം എന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ കോൺഗ്രസുമായും ലീഗുമായും BJP സഖ്യം ചേർന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി തന്നെ എഴുതുന്നുണ്ട്. അതിലെ ഏതാനും ചില വരികൾ വായിക്കാം. 1991 മാർക്സിസ്റ്റ് ഹുങ്കിൻ്റെ ഇര BJP ആയിരുന്നു. ഒരു കൂട്ടുകെട്ട് രാഷ്ട്രീയത്തിൻ്റെ ആദ്യാക്ഷരം വേണമെന്ന് BJPക്ക് തോന്നിയത് അന്നാണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താനായി ഐക്യമുന്നണിയുടെ ഭാഗമായാലോ എന്ന് ആലോചിച്ചു. അതിൻ്റെ ഭാഗമായി ലീഗുമായി ചർച്ച നടത്തി, മുസ്ലിം ലീഗുമായി നിരവധി തവണ ചർച്ച നടത്തി. അങ്ങനെ കോൺഗ്രസുമായും ലീഗുമായും ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബേപ്പൂരിൽ ഡോക്ടർ K മാധവൻകുട്ടിയെയും വടകരയിൽ അഡ്വക്കേറ്റ് രത്നസിംഗിനെയും സ്ഥാനാർത്ഥികളായി ഞങ്ങൾ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസ് ലീഗ് BJP ബന്ധത്തിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികളായിരുന്നു ഡോക്ടർ K മാധവൻകുട്ടിയും അഡ്വക്കേറ്റ് രത്നസിംഗുമെന്ന് KG മാരാർ തൻ്റെ ആത്മകഥയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതോടുകൂടി കോലീബി ബന്ധം യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം രാഷ്ട്രീയ കേരളം അംഗീകരിച്ചു. ഇനി നമുക്ക് വീണ്ടും PP മുകുന്ദനിലേക്കും രാമൻപിള്ളയിലേക്കും വരാം. RSS BJPയെ നിയന്ത്രിക്കാനായി നിയോഗിച്ച തങ്ങളുടെ പ്രതിനിധിയായ PP മുകുന്ദൻ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതാണ് പിന്നീട് RSS കാണുന്നത്. PP മുകുന്ദനോട് യോജിച്ചു പോകാൻ K രാമൻപിള്ളയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. K രാമൻപിള്ള വിഭാഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനസംഘം സംസ്കാരം ആർജിച്ച വിഭാഗമാണ്. ജനസംഘത്തിൻ്റെ സംസ്കാരമായിരുന്നു K രാമൻപിള്ള, ശ്രീധരൻപിള്ള അടക്കമുള്ളവരെ നയിച്ചിരുന്നത്. അതേസമയം PP മുകുന്ദനാകട്ടെ RSSൻ്റെ കർശന ചിട്ടകൾ നടപ്പിലാക്കുന്ന ഒരു നേതാവായിരുന്നു. ആ സംസ്കാരമാണ് PP മുകുന്ദനെ നയിച്ചത്. PP മുകുന്ദൻ BJPയുടെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറിയായി വരുന്നതോടുകൂടി PP മുകുന്ദനിലേക്ക് വലിയൊരു വിഭാഗം ആകർഷിക്കപ്പെടുന്നു. വലിയൊരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ചേരിയിലേക്ക് മാറുന്നു. രാമൻപിള്ളയുടെ നേതൃത്വം വിട്ടുകൊണ്ട് വലിയൊരു വിഭാഗം നേതാക്കൾ PP മുകുന്ദൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നു. അതിന് നേതൃത്വം നൽകിയത് PK കൃഷ്ണദാസാണ്. PK കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം PP മുകുന്ദൻ വിഭാഗത്തെ പിന്തുണയ്ക്കുന്നു. ഇപ്പുറത്ത് രാമൻപിള്ളയുടെ വിഭാഗത്തെ അന്ന് പ്രതിനിധീകരിച്ചത് V മുരളീധരനാണ്.
അങ്ങനെ BJP രണ്ടാം തലമുറ ഗ്രൂപ്പിലേക്ക് വരുന്നു. അതായത് കൃഷ്ണദാസ് നയിക്കുന്ന വിഭാഗവും മുരളീധരൻ നയിക്കുന്ന വിഭാഗവും. കൃഷ്ണദാസ് നയിക്കുന്ന വിഭാഗത്തിലേക്ക് ഒരു സംഘം നേതാക്കൾ മാറി വന്നു. MT രമേശ്, AN രാധാകൃഷ്ണൻ, MS കുമാർ, B ഗോപാലകൃഷ്ണൻ, രാധാകൃഷ്ണ മേനോൻ എന്നിവരാണ് PK കൃഷ്ണദാസിന് കീഴിൽ അണിനിരുന്നത്. അതേസമയം V മുരളീധരന് കീഴിൽ അണിനിരുന്ന നേതാക്കൾ ഇവരാണ് K സുരേന്ദ്രൻ, C ശിവൻകുട്ടി, P സുധീർ, VV രാജേഷ്, C കൃഷ്ണകുമാർ. ഈ രണ്ട് വിഭാഗങ്ങൾ BJPയിൽ സജീവമായി പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ കോർ കമ്മിറ്റികളിലും മറ്റും ഉന്നയിക്കുക പതിവായി. ഒരു പാർട്ടിയാണെങ്കിലും രണ്ട് മനസ്സായി ഈ രണ്ട് ധാരകൾ മുന്നോട്ട് പോയി. അതിനിടയിലാണ് BJPയിൽ മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. PS ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഈ രണ്ട് പേർക്കും എതിരായി, ഈ രണ്ട് വിഭാഗത്തിനുമെതിരായി ഉയർന്നു വന്നു. അതിനെ നമുക്ക് മൂന്നാം ഗ്രൂപ്പ് എന്ന് താൽക്കാലികമായി വിളിക്കാം. PS ശ്രീധരൻപിള്ളയുടെ കീഴിൽ അണിനിരുന്നവർ ഇത്രയും പേരാണ്: O രാജഗോപാൽ, ശോഭ സുരേന്ദ്രൻ, CK പത്മനാഭൻ, PM വേലായുധൻ, KP ശ്രീശൻ, KP പ്രകാശ് ബാബു. ഇതോടുകൂടി BJPയിൽ 3 ഗ്രൂപ്പുകൾ ഉദയം ചെയ്തു. ഗ്രൂപ്പുകൾ തമ്മിൽ ആഭ്യന്തരമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. RSSന് പഴയതുപോലെ തലവേദനയായി. ഒരാളെ പ്രതിനിധിയായി അയച്ചുകൊണ്ട് ഈ 3 ഗ്രൂപ്പുകളെയും കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് RSSന്റെ അടിയന്തര ആവശ്യമായി വന്നു. ആരെയാണ് ഇനി അടുത്തതായി അയക്കേണ്ടത്? നേരത്തെ അയച്ച PP മുകുന്ദൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്, RSSനും അറിയാവുന്നതാണ്. BJPയെ നിയന്ത്രിക്കാൻ പോയ PP മുകുന്ദൻ അവിടെ പോയി ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പിന്നീട് RSSന് തന്നെ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. PP മുകുന്ദനെ RSS പുറത്താക്കി, BJPയും പുറത്താക്കി. അത്തരമൊരു അവസ്ഥ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ RSS തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള കുമ്മനം രാജശേഖരനെ സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ BJPയുടെ ചുമതല വഹിക്കാൻ ഏൽപ്പിച്ചു. കുമ്മനം രാജശേഖരൻ PP മുകുന്ദന് ശേഷം BJPയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വരുന്നു. പിന്നീടുണ്ടായ സംഭവങ്ങൾ ഇങ്ങനെയാണ്. കുമ്മനം രാജശേഖരന് പിന്നിലേക്ക് ഈ കൃഷ്ണദാസ് പക്ഷം ഒറ്റയടിക്ക് മാറുന്നു. അതോടുകൂടി കുമ്മനം രാജശേഖരൻ സ്വാഭാവികമായും ഒരു ഗ്രൂപ്പിൻ്റെ മാത്രം ആളായി തീരുന്നു. മറ്റ് 2 ഗ്രൂപ്പുകൾ എതിർഭാഗത്ത് നിൽക്കുന്നു. അതായത് V മുരളീധരൻ ഗ്രൂപ്പും PS ശ്രീധരൻപിള്ള ഗ്രൂപ്പും എതിരായി നിൽക്കുന്നു. കൃഷ്ണദാസ് പക്ഷം പൂർണ്ണമായും കുമ്മനം രാജശേഖരന് കീഴിൽ അണിനിരക്കുന്നു. ഇതോടെ കുമ്മനം രാജശേഖരൻ PP മുകുന്ദന് തുല്യനായ ഒരാളായി മാറുന്നു. എന്തിനാണോ അയച്ചത് അതിന് നേർവിപരീതമായ അവസ്ഥ ഉണ്ടാക്കുന്ന നേതാവെന്ന ചീത്തപ്പേര് കുമ്മനം രാജശേഖരന് ലഭിക്കുന്നു. RSS ഉടൻ തന്നെ കുമ്മനം രാജശേഖരനെ മിസോറാമിലേക്ക് ഗവർണറായി നിയോഗിക്കുന്നു. RSSന്റെ അടുത്ത പരീക്ഷണം, ഇനി ഞങ്ങളുടെ ഒരു പ്രതിനിധി വേണ്ട, അത് അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നിങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ ഞങ്ങൾ കണ്ടെടുക്കുകയാണ് എന്ന നിലപാടാണ് RSS പിന്നീട് സ്വീകരിക്കുന്നത്. കുമ്മനം രാജശേഖരനെ വെച്ചുള്ള പരീക്ഷണവും പരാജയപ്പെട്ടതോടുകൂടി RSS ഒരു കാര്യം തീരുമാനിക്കുന്നു. ഇനി ഞങ്ങളുടെ പ്രതിനിധിയായി നിങ്ങളെ ആരും ഭരിക്കാൻ വരുന്നില്ല, നിങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒരാളെ കണ്ടെത്തി നിങ്ങളുടെ മുകളിൽ പ്രതിഷ്ഠിക്കാം. എന്നിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് പരിശോധിക്കാമെന്നായിരുന്നു RSSന്റെ മൂന്നാമത്തെ ഒരു ചിന്ത. അതിൻ്റെ അടിസ്ഥാനത്തിൽ PS ശ്രീധരൻപിള്ളയെ സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റുന്നു RSS. അങ്ങനെ PS ശ്രീധരൻപിള്ള RSSൽ നിന്നല്ലാത്ത ഒരു നേതാവായി സംസ്ഥാനത്ത് ഉയർന്നു വരുന്നു. പക്ഷെ അവിടെയും കാര്യങ്ങൾ നിന്നില്ല. അന്നത്തെ RSSന്റെ സംഘടനാ സെക്രട്ടറി M ഗണേശ് ആയിരുന്നു. PS ശ്രീധരൻപിള്ള എന്ത് കാര്യവും ചോദിക്കുന്നതും അന്വേഷിക്കുന്നതും M ഗണേശിനോട് മാത്രമാണ്. മറ്റുള്ള നേതാക്കളോട് അദ്ദേഹം കൂടിയാലോചിച്ചിരുന്നില്ല എന്നാണ് അവർ അന്നുന്നയിച്ച ആരോപണം. അതായത് കൃഷ്ണദാസ് പക്ഷവുമായും മുരളീധരൻ പക്ഷവുമായും PS ശ്രീധരൻപിള്ളയുടെ ആശയവിനിമയം നിന്നുപോയി എന്ന് ചുരുക്കം. അവരാരും തന്നെ PS ശ്രീധരൻപിള്ളയോട് സഹകരിക്കുന്നില്ല, PS ശ്രീധരൻപിള്ള ഇവരോടും സഹകരിക്കുന്നില്ല എന്ന ഒരു നില വന്നു. പുറമെ ഇതൊന്നും പ്രകടമല്ല എങ്കിൽ പോലും പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നത കടുത്ത രീതിയിലേക്ക് വന്നു. PS ശ്രീധരൻപിള്ളയെ പിന്നീട് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് RSS നിയമിക്കുന്നു മത്സരിക്കാൻ. അവിടെ പരാജയപ്പെടുന്നു. കുമ്മനം രാജശേഖരന് തൊട്ടു പിന്നാലെ PS ശ്രീധരൻപിള്ളയെയും കേരളത്തിൽ നിന്ന് മിസോറാമിലേക്ക് RSS പാക്ക് ചെയ്യുന്നു. PS ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായി പോയതിന് ശേഷം കുറെ നാൾ നാഥനില്ലാത്ത അവസ്ഥയിലായി സംസ്ഥാന BJP. ആരും സംസ്ഥാന പ്രസിഡന്റായി ഇല്ല.
നാഥനില്ലാത്ത ഒരു പാർട്ടിയായി ഏറെ നാൾ BJP തുടർന്നു. ഈ നാഥനില്ലാത്ത അവസ്ഥയിൽ ഒരു ചെറിയ മാറ്റമുണ്ടായത് വി മുരളീധരനെ കേന്ദ്ര സഹമന്ത്രിയായി നിയമിച്ചതോടുകൂടിയാണ്. വി മുരളീധരന് കേന്ദ്ര നേതൃത്വവുമായി നല്ല അടുപ്പമുണ്ട്. അദ്ദേഹത്തിന് ആശയവിനിമയ ശേഷിയുണ്ട്. ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ വി മുരളീധരൻ തനിക്ക് അനുകൂലമാക്കിയെടുക്കാൻ കേന്ദ്രത്തിൽ ചെന്ന് ചരട് വലിച്ചു. അതിൻ്റെ ഭാഗമായി വി മുരളീധരൻ്റെ വിശ്വസ്തനായിട്ടുള്ള കെ സുരേന്ദ്രനെ സംസ്ഥാന പദവിയിലേക്ക് കൊണ്ടുവരാൻ വി മുരളീധരനായി. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി പ്രശ്നങ്ങൾ വീണ്ടും ഗുരുതരമാവുകയാണ് ചെയ്തത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഗ്രൂപ്പുകളും വി മുരളീധരനെതിരെ തിരിയുകയും വി മുരളീധരൻ ഗ്രൂപ്പ് ഒറ്റപ്പെടുകയും ചെയ്തു. കെ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു നിലപാടിലേക്ക് മറ്റ് നേതാക്കൾ എത്തി. അതിന് മുൻപന്തിയിൽ നിന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേരത്തെ പറഞ്ഞ PS ശ്രീധരൻപിള്ളയുടെ അനുഭാവികളായിട്ടുള്ള O രാജഗോപാൽ, CK പത്മനാഭൻ, PM വേലായുധൻ അടക്കമുള്ളവർ കെ സുരേന്ദ്രനും വി മുരളീധരനും എതിരായി തിരിഞ്ഞു. ഇതോടുകൂടി RSS ഒരു കാര്യം തീരുമാനിച്ചു: നിങ്ങൾ രക്ഷപ്പെടില്ല. ഞങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാനായി പലരെയും ഏൽപ്പിച്ചു. അവർ ഗ്രൂപ്പ് കളിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. പിന്നീട് നിങ്ങൾ തന്നെ ഉള്ള ഒരാളായ PS ശ്രീധരൻപിള്ളയെ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹവും ഗ്രൂപ്പിൻ്റെ ഭാഗമായി. ഇനി ഞങ്ങൾ ചെയ്യുന്നത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ആൾക്കാരെ നിങ്ങളുടെ മുന്നിൽ ആളാക്കും. ഇതാണ് RSS പിന്നീട് ചിന്തിച്ചത്. അതിൻ്റെ ഭാഗമായി പാർട്ടിക്ക് പുറത്തുള്ളവരെ RSS വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ വന്നവരാണ് അൽഫോൺസ് കണ്ണന്താനം, സുരേഷ് ഗോപി, AP അബ്ദുള്ളക്കുട്ടി. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന അവസ്ഥ. നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ നിങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഞങ്ങളുടെ വഴി നോക്കാം എന്നായിരുന്നു RSSന്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയുമായി ബന്ധമില്ലാതിരുന്ന ഇത്തരക്കാരെ പാർലമെന്ററി പദം നൽകിക്കൊണ്ട് RSS കണക്ക് ചോദിച്ചു. ഇതോടുകൂടി ഗ്രൂപ്പിസം ഒരു വിധത്തിൽ അവസാനിക്കുമെന്ന് കരുതിയ RSS നേതൃത്വത്തിന് വീണ്ടും തെറ്റി. കാരണം ഗ്രൂപ്പിസം മൂർച്ഛിക്കുകയാണ് ചെയ്തത്. അൽഫോൺസ് കണ്ണന്താനവും സുരേഷ് ഗോപിയും AP അബ്ദുള്ളക്കുട്ടിയും അവരുടെ പാട്ടിന് പോയി. ഇവിടെ പഴയതുപോലെ തന്നെയുള്ള ഗ്രൂപ്പിസം മൂർച്ഛിച്ചു. കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തു വന്ന ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരെ കണ്ണിൽ ചോരയില്ലാതെ അടിച്ചമർത്തിക്കൊണ്ടാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും ഇടപെട്ടത്. ശോഭാ സുരേന്ദ്രൻ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച നേതാവാണ്. ദേശീയ തലത്തിലായിരുന്നു അവരുടെ പദവി. ആ പദവി വെട്ടിക്കുറച്ചുകൊണ്ട് അവരെ സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി ഒതുക്കി. ശോഭാ സുരേന്ദ്രനെ മാത്രമല്ല അത്തരത്തിൽ നിശബ്ദരാക്കാൻ കെ സുരേന്ദ്രൻ ശ്രമിച്ചത്, വി മുരളീധരൻ ശ്രമിച്ചത്. മറിച്ച് തങ്ങൾക്കെതിരെ നിന്ന മുഴുവൻ പേരെയും ഇത്തരത്തിൽ വെട്ടിയൊതുക്കുകയാണ്, അടിച്ചമർത്തുകയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. വി മുരളീധരൻ്റെ ഭാഗത്തു നിന്നും കെ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും. ശോഭാ സുരേന്ദ്രന് പിന്നാലെ PM വേലായുധനെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തില്ല. KP ശ്രീശനെ ഒതുക്കി. പിന്നീട് JR പത്മകുമാർ ആയിരുന്നു മറ്റൊരാൾ. അദ്ദേഹം ടെലിവിഷൻ ചർച്ചയിൽ BJPയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. JR പത്മകുമാറിനെ ടെലിവിഷൻ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കം ഉള്ള ആ ഗ്രൂപ്പ്. അതോടുകൂടി ശ്രീധരൻപിള്ള നയിച്ചിരുന്ന പഴയ മൂന്നാം ഗ്രൂപ്പ് നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും വെട്ടിനിരത്തപ്പെട്ടു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ഈ വിഭാഗം വലിയ തോതിൽ ശക്തി ആർജിച്ചുകൊണ്ട് കെ സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ചു. ആദ്യത്തെ വെടിപൊട്ടിച്ചത് O രാജഗോപാലാണ്. അദ്ദേഹം വളരെ ശക്തമായി കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു. കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ സ്വപ്നയ്ക്ക് പിന്നാലെ പോയി. പിണറായി വിജയനാകട്ടെ വികസനത്തിന് പിന്നാലെ പോയി. ജനങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിഞ്ഞു. ജനങ്ങൾ പിണറായി വിജയന് ഒപ്പം നിന്നു. കെ സുരേന്ദ്രന് ഒപ്പം ജനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞത് O രാജഗോപാലാണ്. പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ഒരു കെട്ട് പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിലെത്തുന്നു. കെ സുരേന്ദ്രനെ അടിയന്തരമായി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് 1200ഓളം ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ കെ സുരേന്ദ്രൻ മൂലം പാർട്ടിക്ക് ജയിക്കാനായില്ല എന്നുള്ള ഒരു കുറ്റപത്രം ശോഭാ സുരേന്ദ്രൻ തയ്യാറാക്കി കേന്ദ്ര നേതൃത്വത്തിന് അയക്കുന്നു.
അതേസമയം തന്നെ കെ സുരേന്ദ്രൻ പറയുന്നതാകട്ടെ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോകും. പാർട്ടിക്ക് അതീതമായി ആര് വളർന്നാലും അവരെ വെട്ടിയൊതുക്കും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ നയിക്കുന്ന ഒരു വിഭാഗം, അതായത് പഴയ ശ്രീധരൻപിള്ള വിഭാഗവും ഇപ്പോഴത്തെ വി മുരളീധരൻ വിഭാഗവുമാണ് സജീവമായി BJPയിൽ രണ്ട് വിഭാഗമായി മാറി നിൽക്കുന്നത്. ഇവർ തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടുന്നത്. കേന്ദ്ര നേതൃത്വം പലതവണ ഇടപെട്ടു നോക്കി. ഒരു തരത്തിലെ ശമനവും ഗ്രൂപ്പിസത്തിന് ഉണ്ടാകുന്നില്ല. അത് ഓരോ ദിവസം കഴിയുന്തോറും കുറയുകയല്ലാതെ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി എന്ത് എന്നുള്ള പോംവഴിയാണ് RSSനും കേന്ദ്ര BJP നേതൃത്വത്തിനും ഉള്ളത്. സംസ്ഥാന നേതൃത്വം, അതിൻ്റെ നേതാക്കൾ മാനസികമായി വലിയ തോതിൽ അകന്നു നിൽക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ ചിരിച്ചു കാണിക്കുന്നു എങ്കിലും വലിയ അകൽച്ചയാണ് മാനസികമായി BJP നേതാക്കൾ തമ്മിലുള്ളത്. അങ്ങനെ 90-ൽ തുടങ്ങിയ ഗ്രൂപ്പിസം 2020-ലും തുടരുന്നു. ഇതിന് എങ്ങനെയാണ് അന്ത്യം കുറിക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല. RSS അവരുടെ പരമാവധി സംഘടനാശേഷി ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിസത്തെ ഇല്ലാതാക്കാനും അടിച്ചമർത്താനും നോക്കി. പക്ഷേ അത് നടന്നില്ല. BJP കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. അവരും ആ ഇടപെടലും ഫലം കണ്ടില്ല. BJP ഇപ്പോഴും ഗ്രൂപ്പിസത്തിൽ നിന്ന് ഗ്രൂപ്പിസത്തിലേക്ക് പോവുകയാണ്.